Next topic is treatment modalities in psychiatry. Psychiatric disorders, അതിനൊരു എക്സാക്ട് ഇറ്റിയോളജിക്കൽ ഫാക്ടർ വി കാൺട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എനി സിംഗിൾ കോസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പോൾ അതുമൂലം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ് ഒരു രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്ന രോഗികൾക്ക് ഒന്നല്ല ഒന്നിന് മുകളിൽ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് there is no single etiological factor for any psychiatric disorder. It is due to multifactorial like biopsychosociocultural predisposing factors. Okay. അപ്പോൾ അതിൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിന് നമുക്ക് മേജറായിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് സൈക്കോ സോഷ്യൽ തെറാപ്പീസ് ഓർ സൈക്കോതെറാപ്പി എന്ന് പറയാറുണ്ട്. സൈക്കോ ഫാർമക്കോളജി ഓർ കെമിക്കൽ തെറാപ്പി എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഡ്രഗ്സ് ഇൻഡ്യൂസ് ചെയ്തുള്ള ഡ്രഗ് തെറാപ്പീനെ സൈക്കോ ഫാർമക്കോളജി എന്ന് പറയും. ദെൻ സൊമാറ്റിക് ഓർ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്. സൊമാറ്റിക് ഓർ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ECT, ലൈറ്റ് തെറാപ്പി, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ട് ഉള്ള ഒരു ഫിസിക്കൽ മെത്തേഡിലുള്ള ട്രീറ്റ്മെൻറ്റ്സിനെയാണ് സൊമാറ്റിക് ഓർ ഫിസിക്കൽ തെറാപ്പി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് സൈക്കോസോഷ്യൽ തെറാപ്പീസ്. സൈക്കോസോഷ്യൽ തെറാപ്പീസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് ഇൻ സൈക്യാട്രി. കാരണം നമുക്കറിയാം നമ്മുടെ മനസ്സ് എങ്ങനെയാണോ കംഫർട്ടായിട്ടിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ ഡ്രഗ്സിനോടും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിനോടും എല്ലാം നമ്മൾ സഹകരിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സ് അശാന്തമായിട്ട് ഒരു രീതിയിലും നമുക്ക് ഡ്രഗ്സിനോടൊന്നും ഡ്രഗ് ഇഷ്ടമല്ല, ഡ്രഗ് വേണ്ട, അതിൻ്റെ അസുഖം മാറുകയില്ല, ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ നമുക്ക് ഒരു റിക്കവറി വെരി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഓൾവേസ് psychosocial therapies is having an important aspect അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ട്രീറ്റിംഗ് എനി സൈക്കാട്രിക് ഡിസോർഡർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ സൈക്കോസോഷ്യൽ തെറാപ്പി അല്ലെങ്കിൽ തെറാപ്പീസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോതെറാപ്പി ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് തെറാപ്പിസ്റ്റ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. അതായത് ഏതൊരു സൈക്കോതെറാപ്പിയുടെയും അടിസ്ഥാനം എന്നുള്ളത് ദ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം തന്നെയാണ് തെറാപ്പിസ്റ്റ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. തെറാപ്പിസ്റ്റും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്ന യൂണിറ്റിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. അതായത് ഒരു പ്രൊഫഷണൽ തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യൻ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ആൻഡ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളത് വളരെ അനിവാര്യമാണ് ഈ സൈക്കോസോഷ്യൽ തെറാപ്പീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ സക്സസ്സിനും. അതായത് പേഷ്യൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലൊരു ആത്മബന്ധം എന്നുള്ളത് പ്രൊഫഷണൽ ആത്മബന്ധമാണ്. അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്, വാംത്ത്, ജെനുവിൻനെസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനോട് അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രൊഫഷണൽ ബൗണ്ടറിയോട് കൂടിയുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. ദെൻ ഓൺലി വി ക്യാൻ റീച്ച് ദി ഫൈനൽ ഗോൾ വെരി ഈസിലി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ സൈക്കോതെറാപ്പി ഈസ് എ ജനറൽ ടേം ഫോർ ട്രീറ്റിംഗ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ബൈ ടോക്കിംഗ് വിത്ത് തെറാപ്പിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഓർ എനി അതർ ഹെൽത്ത് പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഒരു ടോക്ക് തെറാപ്പി എന്നുള്ള രീതിയിലും ഈ സൈക്കോതെറാപ്പിയെ പറയാറുണ്ട്. സൈക്കോതെറാപ്പി ഈസ് ദ യൂസ് ഓഫ് സൈക്കോളജിക്കൽ മെത്തേഡ്സ് particularly when based on regular personal interaction to help a person to change and overcome problems in a desired way. അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കാനും അതിനെ ഓവർകം ചെയ്യാനും അവരുടെ ബിഹേവിയേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ചിന്തയെ ഒരു പ്രത്യേക രീതിയിലേക്ക് മോൾഡ് ചെയ്യുന്ന ഒരു രീതിയാണ് സൈക്കോതെറാപ്പിയിലുള്ളത്. അപ്പോൾ വാട്ട് ആർ ദി മേജർ ഗോൾസ് ഓഫ് psychosocial therapy? The major goals of psychosocial therapies include changing maladaptive pattern of behavior. നമുക്കറിയാം മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ എന്നുള്ളത് തന്നെയാണ് രോഗലക്ഷണങ്ങൾ. അപ്പോൾ ആ മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുക.
ഇംപ്രൂവിങ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. മോസ്റ്റ്ലി സൈക്കാട്രിക് ഡിസോർഡേഴ്സിൽ ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ ബാധിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഓവർ ടോക്കറ്റീവ്നെസ് മാനിയയിൽ, അല്ലെങ്കിൽ ഡിപ്രഷനിലൊക്കെ ആണെങ്കിൽ സോഷ്യൽ വിഡ്രോവൽ, സ്കിസോഫീനിയയിൽ സോഷ്യൽ വിഡ്രോവൽ. അപ്പോൾ ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യലി എങ്ങനെ മിങ്കിൾ ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു എബിലിറ്റികളെല്ലാം ഇങ്ങനെയുള്ള ഡിസോർഡറുള്ള വ്യക്തികളുടെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എബിലിറ്റീസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതും കൂടിയും ഇതിൻ്റെ മേജർ ഗോളാണ്. ഹെൽപ്പിംഗ് ദി പേഷ്യൻ്റ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് എസ്റ്റീം. അതായത് പേഷ്യൻറ്റിന് പൊതുവെ, രോഗമുള്ള പേഷ്യൻറ്റിന് പൊതുവെ ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലും ലാക്ക് ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി, നമ്മുടെ സെൽഫിനെ കുറിച്ചുള്ള ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റിൻ്റെ കുറവ് കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഒരു സ്പെസിഫിക് സെൽഫ് എസ്റ്റീം എൻഹാൻസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് കൂടിയും ഈ സൈക്കോ സോഷ്യൽ തെറാപ്പിയുടെ ഒരു എയിമാണ്. റെഡ്യൂസിങ് ആൻഡ് എലിമിനേറ്റിംഗ് ദി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ദാറ്റ് കോസസ് മാലഡാപ്റ്റീവ് ബിഹേവിയർ. ഒരു എൻവയോൺമെൻറ്റൽ മാനിപ്പുലേഷനും കൂടി നമുക്ക് പറയാൻ കഴിയും. അതായത് ഒരു വ്യക്തിക്ക് ഏതൊക്കെ സ്പെസിഫിക് സിറ്റുവേഷനിലാണോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, ആ ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ ഹൗ ടു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ അത് പേഷ്യൻറ്റിനെ പഠിപ്പിക്കുന്നു. ആൻഡ് ഓൾസോ വി വിൽ ഓൾസോ മാനിപ്പുലേറ്റ് ദി എൻവയോൺമെൻറ്റ്സ് ഇൻ ഓർഡർ ടു ഹാവ് എ ബെറ്റർ comfortable position for the patient. Okay, then helping to resolve inner conflicts. അതായത് ഒരു വ്യക്തിയുടെ മാനസിക രോഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇന്നർ കോൺഫ്ലിക്ട്സ് തന്നെയാണ്. ഉള്ളിലുള്ള ഇന്നർ അൺറിസോൾവ്ഡ് കോൺഫ്ലിക്ട്സ് എന്നുള്ള രീതിയിൽ പറയാം. അതായത് ആ വ്യക്തിക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല, അൺകോൺഷ്യസ് ഇന്നർ കോൺഫ്ലിക്ട്സ് ഒക്കെയാണ് പൊതുവെ ചൈൽഡ്ഹുഡിലുണ്ടായ എന്തെങ്കിലും ദുരനുഭവമായിരിക്കും. അത് പക്ഷേ നമ്മുടെ മെമ്മറിയിൽ നിന്ന് ചിലപ്പോൾ പോയിട്ടുണ്ടാകും. പക്ഷേ ദാറ്റ് ഇവൻറ്റ് ഇറ്റ് സെൽഫ് ആർ ഇൻഫ്ലുവൻസിങ് അവർ എവറി ആസ്പെക്ട് ഓഫ് ബിഹേവിയർ എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പോൾ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിനെ മനസ്സിലാക്കി അതിനെ റീസോൾവ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ ഒരു മേജർ ഗോൾ എന്നുള്ളത്. ദെൻ കമ്മിങ് ടു ദി ടെക്നിക്സ് ഓഫ് സൈക്കോസോഷ്യൽ തെറാപ്പീസ്. സൈക്കോസോഷ്യൽ തെറാപ്പിയുടെ ടെക്നിക്സിൽ വളരെയധികം ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സൈക്കോ അനാലിറ്റിക്കൽ തെറാപ്പി. ഇപ്പോൾ ഒരു കാലഹരണം വന്ന് പോയ അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ അധികമൊന്നും യൂസ് ചെയ്യാത്ത ഒരു മോഡലാണ് അല്ലെങ്കിൽ ഒരു തെറാപ്പിയാണ് സൈക്കോ അനാലിറ്റിക്കൽ തെറാപ്പി. അതിൽ വരുന്നതാണ് ഹിപ്നോസിസ്. സിനിമകളിലും ഇതിലെല്ലാം വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ദ നെക്സ്റ്റ് ടെക്നിക് ഈസ് ബിഹേവിയറൽ തെറാപ്പി. അത് വളരെ അധികം യൂസ് ചെയ്യുന്നതാണ്. സപ്പോർട്ടീവ് സൈക്കോ തെറാപ്പി, ഇൻ്റർപേഴ്സണൽ തെറാപ്പി ആൻഡ് അതർ സൈക്കോസോഷ്യൽ തെറാപ്പീസ് ദാറ്റ് ഇൻക്ലൂഡ്സ് മില്യു തെറാപ്പി ഓർ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ സൈക്കോസോഷ്യൽ തെറാപ്പീസ്. ആൻഡ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിനെ, അതായത് എത്ര പേർക്കാണോ നമ്മൾ ഈ തെറാപ്പീസ് കൊടുക്കുന്നത്, depending upon the number of participants, we can divide it into individual therapy and group therapy. ഇൻഡിവിജ്വൽ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-to-1 ബേസിസിൽ കൊടുക്കുന്ന തെറാപ്പീസിനെയാണ് ഇൻഡിവിജ്വൽ തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് തെറാപ്പി മീൻസ് വി ആർ ഗിവിങ് ടു 2 or more person, അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പിനാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഇൻട്രൊഡക്ടറി പാർട്ട് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സൈക്കോസോഷ്യൽ തെറാപ്പീസ്. In detail we will discuss in next class.